ഹലോ ഓൾ, ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണോ? വ്യത്യസ്തമായിട്ടുള്ള ത്രില്ലർ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണോ? സാധാരണമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു പല്ലവിയാണ് ക്ലൈമാക്സ് വരെ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ക്ലൈമാക്സ് തൊട്ട് മുമ്പ് വരെ നല്ലതായിരുന്നു, ക്ലൈമാക്സ് കൊണ്ട് കൺവിൻസിങ് ആകാതെ പോയി എന്ന് പറഞ്ഞ തിയേറ്ററിൽ നിന്ന് നിരാശരായി ഇറങ്ങി വന്നിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. സ്ഥിരമായി നമ്മൾ കണ്ടുവരുന്ന ഒരു ത്രില്ലർ സിനിമകളുടെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് മൂവീസ് തന്നെ ആയിരിക്കും. അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഒരു ക്രൈം നടക്കും, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം നടക്കും. അത് നടന്നു കഴിഞ്ഞ് അത് എങ്ങനെ നടന്നു, അത് എന്തുകൊണ്ട് നടന്നു, അത് ആര് ചെയ്തു എന്ന് പറഞ്ഞ ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ആ സിനിമ ക്ലൈമാക്സ് വരെ കൊണ്ടുപോകുന്നത്. ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് എല്ലാ സിനിമകളും നമ്മളെ ക്ലൈമാക്സ് വരെ കൊണ്ടെത്തിക്കുന്നത്. ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് പോവുകയും ആ ക്യൂരിയോസിറ്റിയുടെ ഉത്തരം ക്ലൈമാക്സിൽ കൊണ്ട് തരികയും ചെയ്യുമ്പോഴാണ് ഒരു പടം നമുക്ക് പൂർണ്ണമായിട്ടും സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കഴിഞ്ഞിടക്കൊന്നും അങ്ങനെ ഒരു ത്രില്ലർ മൂവീസ് കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന പടം ഉടനെ തന്നെ പോയി കാണേണ്ടതാണ്. MC ജിതിന്റെ സംവിധാനത്തിൽ നസ്രിയ ബേസിൽ ജോസഫ് ലീഡ് റോളിൽ വന്നിട്ടുള്ള സിനിമയാണ് സൂക്ഷ്മദർശിനി. ഈ സിനിമയെ പറ്റി പറയുമ്പോഴത്തേനും എടുത്തു പറയേണ്ടതായിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇതിന്റെ സ്ക്രിപ്റ്റ്, രണ്ടാമത് സ്ക്രീൻ പ്ലേ, മൂന്നാമത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ എന്റെ സ്ക്രിപ്റ്റ്, സ്ക്രീൻ പ്ലേ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാനായിട്ട്. ക്രിസ്റ്റോ സേവിയർ ആണ് പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ചെയ്തിട്ടുള്ളത്. ത്രില്ലർ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉടനെ തന്നെ തിയേറ്ററിൽ പോയി കാണുക. കണ്ടിട്ട് വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണോ, അല്ലെങ്കിൽ നീ എന്താണ് പറയുന്ന രീതിയിലുള്ളതാണെങ്കിൽ അതിനുള്ള അഭിപ്രായം പറയുക. ബൈ.